എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും. സത്യസന്ധമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇപ്പം ഞാനിത് പറയാൻ കാരണം, ഒരു മാസം അടുപ്പിച്ചായി നമ്മളൊരു വാർത്ത കേട്ടു. വ്ളോഗർ ജുനൈദ് അറസ്റ്റിൽ. അതിന് മുൻപ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ചോ ഞാൻ അറിഞ്ഞിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ വാർത്ത കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ റീലുകൾ കയറി കാണാനിടയുണ്ടായി. ശരിക്കും ഒരുപാട് പേരെ ചിരിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. ടിക്ടോക്കിലൂടെയും അല്ലെങ്കിൽ റീൽസിലൂടെയൊക്കെ ഒരുപാട് പേരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ചെറുപ്പക്കാരൻ. അയാൾ ഇന്ന് ഈ ഭൂമിയിലില്ല. ഇന്നലെ രാത്രി ശരിക്കും ഈ വാർത്ത കേട്ടാണ് നമ്മൾ എല്ലാവരും ഉറങ്ങാൻ കിടന്നത്. അറിയില്ല, വല്ലാതെ മനസ്സ് വേദനിക്കുന്നുണ്ട്. കാരണം ഏകദേശം 10 വർഷം മുൻപാണ് ഇതുപോലൊരു ദിവസം രാവിലെ ഒരു വാഹനാപകട വാർത്ത എൻ്റെ ഫോണിലേക്ക് വരുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തായ ശരത്തിന് സംഭവിച്ച ആക്സിഡൻറ്റ്. അന്നാണ് ഞാൻ ഇത്രയേറെ വേദനിച്ചത്. അതിനുശേഷം ജുനൈദ് ആരാന്ന് എനിക്ക് അറിയില്ല, ജുനൈദ് എന്താണെന്ന് എനിക്കറിയില്ല. ഈ റീൽസിലൂടെ കണ്ട ആ ഒരു പരിചയം മാത്രം. ജുനൈദിൻ്റെ ആ ഒരു വാർത്ത വന്നപ്പോൾ 2 വർഷമായിട്ട് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചു എന്നതായിരുന്നു വാർത്ത. ആ വാർത്ത കണ്ടപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ജുനൈദിന് എതിരെയുള്ളത് കുറ്റാരോപണം മാത്രമാണ്. മുൻപും ഞാൻ 1-2 വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി കുറ്റക്കാരനാണ് എന്ന് കോടതി എപ്പോൾ വിധിക്കുന്നോ അപ്പോൾ മാത്രമാണ് അയാൾ കുറ്റക്കാരനാവുന്നത്. അതുവരെ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾക്ക് നേരെ കുറ്റം ആരോപിക്കപ്പെട്ടാൽ തന്നെ അയാൾ കുറ്റവാളിയാണ് എന്ന് വിധി എഴുതും. പിന്നെ അയാൾക്ക് നേരെ കല്ലേറുകളായി. ഇന്നലെ ഈ കല്ലെറിഞ്ഞ ആളുകൾ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ കണ്ണുനീരുമായിട്ടും ആദരാഞ്ജലികളായിട്ടും ഒക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ താഴെ നിറഞ്ഞാടിയത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാൻ പറ്റുന്നില്ല, മനസ്സ് അത്രമാത്രം വിഷമിച്ച് നിൽക്കുകയാണ്. എനിക്കറിയില്ല എന്താ കാര്യമുള്ളത്. ജുനൈദിൻ്റെ ആരും അല്ല, പക്ഷേ എന്തൊക്കെയോ മനസ്സിനെ കൊത്തി വലിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ ഭാഗമായതുകൊണ്ടായിരിക്കും. 2 വർഷം വിവാഹ വാഗ്ദാനം ആയിക്കോട്ടെ, എന്ത് വാഗ്ദാനമോ ആയിക്കോട്ടെ, 2 വർഷത്തോളം ഒരാളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് അത്തരം കേസുകൾ പുറത്തു വരുന്നു? നമ്മുടെ നിയമം അത്രമാത്രം ബലഹീനം ആയതുകൊണ്ടാണ്. ആണിനും പെണ്ണിനും ഒരുപോലെ ശിക്ഷ കൊടുക്കുന്ന നിയമം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരം കേസുകൾ ഉണ്ടാവില്ലായിരുന്നു. ഒരു പെണ്ണ് വന്നിട്ട് ഒരു ആണിനെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ് ഇവൻ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവനെതിരെ മാത്രമാണ് കേസ്. അതിൽ എത്ര കേസ് ജെന്യൂൻ ആയിരിക്കും? ഒന്നും പറയാൻ പറ്റില്ല. എന്നാൽ ജെന്യൂനായ കേസുകൾക്ക് നേരെ പലരും കണ്ണടക്കുകയും ചെയ്യും. പലർക്കും അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ പോലും പുറത്തിറക്കാൻ വ്യഗ്രത കൂടുതലായിരിക്കും. നിരപരാധികളെ പിടിച്ചകത്തിടാൻ താല്പര്യവും ഉണ്ടാവും. ജുനൈദിന്റെ കേസിൽ 2 വർഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. ഈ വാഗ്ദാനം കൊടുത്ത ഉടനെ പോയി നിന്നു കൊടുത്തവൾക്ക് എതിരെ ഒരു പ്രശ്നമില്ല. എനിവേ, ജുനൈദിന്റെ വാർത്ത നമുക്കൊന്ന് കേൾക്കാം. ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. ബൈക്ക് മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ ഇൻസ്റ്റഗ്രാം റീൽസ് താരത്തിന് ദാരുണാന്ത്യം. വഴിക്കടവ് ആലപ്പുഴയിൽ സ്വദേശി ജുനീദാണ് മരിച്ചത്. മഞ്ചേരി തക്കലോട് വെച്ചാണ് അപകടം. റോഡരികിലെ മൺകൂനിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജംഷീറുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്? ഈ അപകടത്തെ പറ്റി പോലീസ് എന്താണ് പറയുന്നത്? ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 6:20 കൂടിയാണ് അപകടം സംഭവിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ബ്ലോഗറും ഇൻസ്റ്റഗ്രാം താരവുമായ ജുനൈദ് സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ജുനൈദ് ഈ വഴിക്കടവ് ഭാഗത്ത് മഞ്ചേരി ഭാഗത്തേക്ക് വരുന്നതിന്റെ തൃക്കലങ്ങോട് മരത്താണി വെച്ചാണ് അപകടം സംഭവിച്ചത്. മരത്താണി ഭാവി റോഡരികിലെ മൺകൂടിയിൽ തട്ടി ബൈക്ക് മറിഞ്ഞെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. റോഡരികിൽ രക്തം വാങ്ങി കിടക്കുകയായിരുന്നു. വൈകുന്നേര സമയമായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ചില ബസ് തൊഴിലാളികളാണ് ആദ്യം ജുനൈദിനെ കണ്ടത്. ഈ തലയുടെ പിൻഭാഗത്ത് പരിക്കേറ്റിട്ടുണ്ട്, തല ഇടിച്ചാണെന്നാണ് കരുതുന്നത്. ഇതാണ് മരണകാരനെന്നാണ് കരുതുന്നത്. തലയുടെ പിൻഭാഗത്ത് ഏറ്റ അടിയിലാണ് മരണം സംഭവിച്ചത്. മനുഷ്യജീവൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പക്ഷേ തമ്മിലടിയാണ്. സോഷ്യൽ മീഡിയയ്ക്ക് ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും വലിയ പങ്കുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തിനാണ് ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ തന്നെ അത് തെളിയുന്നതിന് മുൻപ് തന്നെ അയാളെ കരിവാരി തേക്കാൻ ഇത്ര വ്യഗ്രത കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാളെ എനിക്കെതിരെ ഒരു ആരോപണം വന്നാലും ആദ്യം കല്ലെറിയുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ തന്നെയായിരിക്കും. ഇന്നിപ്പോൾ ജുനൈദിൻ്റെ മരണ വാർത്തകൾ പോസ്റ്റ് ചെയ്ത എല്ലാ പോസ്റ്റുകളുടെയും താഴെ ആദരാഞ്ജലികൾ നിറഞ്ഞു കവിയാണ്. പക്ഷെ ചില ആൾക്കാരുടെ കമൻറ്റുകൾ കാണുമ്പോൾ ഇപ്പോഴും എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് തോന്നിപ്പോകും. ഇവൻ പീഡനവീരനല്ലേ, ഇവൻ ഇങ്ങനെ തന്നെ വരണം. എന്തുറപ്പുണ്ട് അയാൾക്കെതിരെയുള്ള കേസ് സത്യസന്ധമായ കേസാണെന്ന് എന്തുറപ്പുണ്ട്? അത് പിന്നെ തെളിയേണ്ട കാര്യങ്ങളാണ്. ഒരു വ്യക്തിയുടെ പേരിലുള്ള കുറ്റം തെളിയുന്നതിന് മുൻപ് അയാളെ കുറ്റക്കാരനായിട്ട് ക്രൂശിക്കാൻ കാണിക്കുന്ന ഈ വ്യഗ്രത ഒന്ന് അവസാനിപ്പിച്ചാൽ തന്നെ കുറേയധികം ആൾക്കാർ മനസമാധാനത്തോടെ ജീവിക്കും. തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന് മുൻപ് ഈ ജുനൈദിന്റെ കേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനുശേഷം വന്ന തൃക്കണ്ണന്റെ കേസ്, ഇതൊന്നും ഞാൻ വീഡിയോ ചെയ്യാത്തതിന് കാരണം ഇത് തന്നെയാണ്. നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. കോടതിയിൽ അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെയും നമുക്ക് നോക്കി നിൽക്കാനേ നിവൃത്തിയുള്ളൂ. അതിനു മുന്നേ നമ്മൾ അവരെ ട്രോളുന്നതിലോ അല്ലെങ്കിൽ അവരെ കളിയാക്കുന്നതിലോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിലോ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകൾ നാളെ അയാൾ കുറ്റക്കാരനല്ല എന്നാണ് കോടതി വിധിക്കുന്നതെങ്കിൽ ഈ പുറത്തുവിട്ട വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. സോ ഒരു ചെറുപ്പക്കാരൻ കൂടി ഈ ഭൂമിയിൽ നിന്ന് പോയിരിക്കുകയാണ്. അയാളുടെ മരണം സ്വാഭാവിക മരണമല്ല എങ്കിൽ, ഞാനിത് പറയാൻ കാരണം ഈ ഒരു കേസ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു അപകട മരണം സംഭവിച്ചതുകൊണ്ടാണ്. അതൊരു സ്വാഭാവിക മരണമല്ല എങ്കിൽ അയാളുടെ മരണത്തിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് ചെറുതല്ല. ഈ കമ്മ്യൂണിറ്റി ആൾക്കാർക്കും അയാൾക്കെതിരെ സംസാരിച്ച ആൾക്കാർക്കും ഒക്കെ അതിൻ്റെ ഒരു പങ്കുണ്ടാവും. എന്തായാലും ജുനൈദിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇനി ആർക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.